ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ റെസിപ്പി എന്ന് പറയുമ്പോഴത്തേനും ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഉള്ളിവടയാണ്. അപ്പോൾ ഉള്ളിവട എന്ന് പറയുമ്പോഴത്തേനും പഴയ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ മൈൽഡ് ഫ്ലേവേർഡ് ആയിട്ടുള്ള, നമ്മുടെ സവോളയുടെയൊക്കെ ഒരു ലൈറ്റ് ഒരു സ്വീറ്റ്നെസ് ഉള്ള ആ ഒരു നാടൻ ഉള്ളിവടയുണ്ടല്ലോ, ആ ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് പൊടികളോ സ്പൈസസോ ഒന്നും ചേർത്തിട്ടുള്ള ഉള്ളിവടയല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിവടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 സവാള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ 2 ഗ്രീൻ ചില്ലി വട്ടത്തിൽ കട്ട് ചെയ്തത്, പിന്നെ 2 തണ്ട് കരിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിവടയ്ക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഉള്ളിവട എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പല കഫ്റ്റീരിയാസിൽ നിന്നും പല ടീ ഷോപ്പുകളിൽ നിന്നും കഴിക്കാറുണ്ട്. പക്ഷേ അത്രയും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല നമ്മൾ ഉള്ളിവട കഴിക്കാറ്. കാര്യം എന്താ വെച്ചാൽ, ഉള്ളിവട എന്ന് പറയുമ്പോൾ ഒരു പണ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു നാടൻ ഉള്ളിവട ഉണ്ടായിരുന്നു. ആ ഉള്ളിവട എന്ന് പറയുന്നത് ഏതൊരു ടീ ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടും, ഇവിടെ ദുബായിൽ നിന്ന് വന്നിട്ടും, അതുപോലെ തന്നെ കുറേ നാളായിട്ട് നാട്ടിൽ നിന്ന് കിട്ടുന്നതും ഒന്നും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല, ആ ഒരു പഴയ ഒരു ഉള്ളിവടയുടെ ടേസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് വീട്ടിൽ തന്നെ അത് റെഡിയാക്കി നോക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് എൻ്റെ ഇന്നലത്തെ വൈകുന്നേരത്തെ സ്നാക്ക് ആയിരുന്നു, ഈവനിങ് സ്നാക്കായിരുന്നു. അപ്പോൾ ഇത് പൊരിച്ചു കഴിച്ചു, നല്ല അടിപൊളി. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ പൊരിച്ച് കോരിയില്ലായിരുന്നോ, ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുകയാണ്, അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 4 സവോള കട്ട് ചെയ്തതും ഞാൻ പറഞ്ഞല്ലോ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് സവോളയൊന്ന് നന്നായിട്ട് ഞെരിച്ചു കൊടുത്തു. ആ ഒരു സവോളയുടെ ആ ഒരു നീരൊക്കെ ഇറങ്ങണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് 1 കപ്പ് കടലമാവും ഒരു 1/2 കപ്പ് മൈദയും ഇട്ട് കൊടുത്തു. 1:1 എന്ന റേഷ്യോയിലാണെങ്കിലും ഓക്കെയാണ്. പിന്നെ കടലമാവ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുമ്പോഴത്തേനും കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ ചിലർ കടലമാവ് കൂട്ടിയെടുക്കാറുണ്ട്, മൈദ കുറച്ചെടുക്കാറുണ്ട്, നേരെ തിരിച്ചും ചെയ്യുന്നവരുണ്ട്, ഈക്വൽ അളവിലെടുക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ കടലമാവ് എന്ന് പറയുന്ന 1 കപ്പും നമ്മുടെ മൈദ എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് ഒപ്പിച്ചുമാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഉള്ളിവടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾക്ക് ഉള്ളിവട കഴിക്കുമ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്, ചിലർ ടേസ്റ്റിന് വേണ്ടി ചിക്കൻ മസാല ചേർക്കാറുണ്ട്, ചിലർ പെരിഞ്ജീരകപ്പൊടി ചേർക്കാറുണ്ട്, പിന്നെന്താ ചിലർ മഞ്ഞപ്പൊടി, മുളക് പൊടി, അങ്ങനെ ആവശ്യമില്ലാത്ത കയ്യിൽ കിട്ടുന്ന എല്ലാ പൊടികളും ചേർത്ത് നമ്മുടെ ഉള്ളിവട എന്ന് പറയുന്നത് നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ ആ ഒരു ഉള്ളിവടയ്ക്കൊന്നും ആ ഒരു പഴയ നമ്മുടെ ചായക്കടയിലെ ഉള്ളിവടയുടെ ടേസ്റ്റൊന്നും കിട്ടാറില്ല. ഇതെന്ന് പറയുന്നത് ഒറിജിനലായിട്ട് നമ്മുടെ ആ പഴമയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകുന്ന ആ ഒരു അടിപൊളി ഉള്ളിവട കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇത് ചായയ്ക്ക് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ തികഞ്ഞില്ല, കാരണം അത്രയും ഡിമാൻഡായിരുന്നു നമ്മുടെ ഈ ഒരു ഉള്ളിവട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിവട ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളുണ്ടല്ലോ ഉള്ളിവടയുടെ ആ ഒരു ബാറ്റർ റെഡിയാക്കി. പിന്നെ നമ്മൾ മാക്സിമം സവോളയിൽ നിന്നുള്ള നീര് കൈകൊണ്ട് തന്നെ ഞെരടിയെടുക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് തളിച്ച് കൊടുക്കണം. തളിച്ച് കൊടുത്തതിന് ശേഷം ഒണിയൻ പക്കോടയാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയിലേക്ക് ഞുള്ളി ഇട്ടാൽ മതി. പക്ഷെ അതല്ല, നമ്മൾ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിവട എന്ന് പറയുമ്പോഴത്തേനും കൈയുടെ നടുക്ക് വെച്ചിട്ട് വളരെ തിന്നായിട്ട് പ്രസ് ചെയ്തിട്ട്, തിക്കാവരുത് കേട്ടോ. തിക്കായെങ്കിൽ കൂടുതൽ നമുക്ക് മാവ് കടിക്കുമ്പോഴത്തേനും നമ്മുടെ നാടൻ ഉള്ളിവട എന്ന് പറയുന്നത് അല്ലാതായി പോകും. നമ്മുടെ തനി നാടൻ ഉള്ളിവട എന്ന് പറയുന്നത് ക്രിസ്പി ആയിരിക്കണം, ക്രഞ്ചി ആയിരിക്കണം, അതുപോലെ തന്നെ മസാല കുത്തുകളൊന്നും ഉണ്ടാവരുത്. പിന്നെ സവോളയുടെ ആ ഒരു ക്രിസ്പിനെസ് ആയിരിക്കണം മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ പിന്നെ മൈദാടയും അതുപോലെ തന്നെ കടലമാവിൻ്റെയൊക്കെ ഒരു രുചി കിട്ടുകയും വേണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മുടെ ആ ഒരു ചായക്കടയിലെ തനി നാടൻ ഉള്ളിവടയല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എൻ്റെ ഉള്ളിവട എന്ന് പറയുന്നത് വറുത്ത് കോരുകയാണ്.
പൊരിച്ച് കോരുകയാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് കടലമാവ് എടുക്കുക, മൈദ എടുക്കുക, സവോള, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയൊക്കെ ഉള്ളൂ. വെറും 2-3 കൂട്ടം ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ആ ഒരു തനതായ തനി നാടൻ ആ പഴയ രുചി ഉണർത്തുന്ന ആ ഒരു പഴയ ഉള്ളിവടയുണ്ടല്ലോ, അത് ഞാൻ കുറേ നാളെ കേട്ടോ ഉള്ളിവട ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരുപാട് ചായക്കടകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിലും കഫ്റ്റീരിയാസിലും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും എന്നെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ടുള്ള തനി നാടൻ ഉള്ളിവടയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ഞാൻ ഗ്യാരണ്ടി ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഉള്ളിവട എന്ന് പറയുന്നത് നമ്മുടെ തനി നാടൻ ഉള്ളിവടയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളിവടയൊക്കെ കൂട്ടി ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ എൻ്റെ 4 മണി പലഹാരം എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിവടയും അതുപോലെ തന്നെ നല്ല ചൂട് ചായയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു 2-3 സവോളയും എടുത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.